ലോകത്തിലെ ഏറ്റവും മികച്ച സിസ്റ്റംസിലൊന്നാണ് ജർമ്മനിയിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഈ സിസ്റ്റത്തിനെ പറ്റി രസകരമായ ചില വസ്തുതകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ജർമ്മനി ത്രൂ മലയാളി ഫ്രം ഡോയ്ച്ച്ലാൻഡ്. ജർമ്മനിയിൽ പൊതുവെ 5 തരത്തിലുള്ള വേസ്റ്റ് സെപ്പറേഷൻസ് ആണ് ഉള്ളത്. അവ ഓരോരുത്തരുടെ വീട്ടിൽ തന്നെ മാലിന്യങ്ങൾ കൃത്യമായി വേർതിരിച്ചിരിക്കണം. അതിനായി ഓരോന്നിനും വ്യത്യസ്ത തരത്തിലുള്ള ബാസ്ക്കറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നു. അതായത് യെല്ലോ ബിൻ, ബ്ലൂ ബിൻ, ബ്രൗൺ ബിൻ, ബ്ലാക്ക് ബിൻ, ഗ്ലാസ് ഐറ്റംസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ബിൻ. മഞ്ഞ നിറത്തിലുള്ള ബാസ്ക്കറ്റിൽ പ്ലാസ്റ്റിക്സ്, മെറ്റൽ പാക്കേജസ്, അതായത് ചിപ്സ് പാക്കറ്റുകൾ, ക്യാന്, പ്ലാസ്റ്റിക് കവറുകൾ ഇവയെല്ലാമാണ് ശേഖരിക്കേണ്ടത്. ബ്ലൂ ബിന്നിൽ പേപ്പർ, കാർഡ്ബോർഡ്, ന്യൂസ് പേപ്പേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇടേണ്ടത്. ഇനി ബ്രൗൺ ബിന്നിലാണെങ്കിലോ ഭക്ഷണത്തിൻ്റെ മാലിന്യങ്ങളാണുള്ളത്. അതായത് പഴത്തൊലി, പച്ചക്കറി അങ്ങനെയുള്ള അവശിഷ്ടങ്ങൾ. ഈ ബ്രൗൺ ബിൻ എന്ന് പറയുന്നത് ചില സമയത്ത് ഗ്രീൻ കളറിലായിരിക്കും. അപ്പോൾ ബയോ വേസ്റ്റുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു ബിന്നിൽ ഇടേണ്ടത്. ഇനി റീസൈക്കിൾ ചെയ്യാൻ കഴിയാത്ത മാലിന്യങ്ങളാണ് ബ്ലാക്ക് ബിന്നിൽ ഇടേണ്ടത്. ഇനി ഗ്ലാസ് ബിൻ, കുപ്പികൾ, അതായത് അച്ചാറ് കുപ്പികൾ, ജാം, ജാറ്, ഓയിൽ ബോട്ടിൽസ്, വൈൻ ബോട്ടിൽസ് ഇങ്ങനെയുള്ള കുപ്പികൾ ഇടാൻ വേണ്ടിയിട്ടും ഈ പൊട്ടിയ ഗ്ലാസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ബിന്നാണ് ഗ്ലാസ് ബിൻ എന്ന് പറയുന്നത്. ഈ നിർദ്ദേശങ്ങൾ നിർബന്ധമായും പാലിച്ചു വേണം ജർമ്മനിയിൽ വേസ്റ്റ് ഡിസ്പോസൽ നടത്താൻ. അതുപോലെ എല്ലാ ദിവസവും എല്ലാ ബിന്നുകളും എടുക്കാൻ ഗവൺമെൻറ് വാഹനങ്ങൾ ഉണ്ടാവില്ല. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വേസ്റ്റ് ബിന്നുകൾ റോഡിൻ്റെ സമീപത്തായി വെക്കേണ്ടത് വീട്ടുകാരുടെ ഉത്തരവാദിത്തമാണ്. മിക്കപ്പോഴും അതിരാവിലെ തന്നെ വേസ്റ്റുകൾ എടുക്കാൻ വെഹിക്കിൾ വരും. റീസൈക്ലിംഗ് ബിന്നിൽ ഇട്ട മാലിന്യങ്ങൾ വേർതിരിച്ച് പുതിയത് നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഊർജ്ജമാക്കി മാറ്റാനോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതുവഴി പ്രകൃതിയെ സംരക്ഷിക്കാനും മാലിന്യങ്ങൾ കുന്നുകൂടി വഴിയിലൊക്കെ കിടക്കുന്നത് തടയാനും ഒക്കെ സാധിക്കും. യാതൊരു കാരണവശാലും നിയമങ്ങൾ പാലിക്കാതിരിക്കാൻ പാടില്ല. തെറ്റായി മാലിന്യങ്ങൾ മാറ്റി മാറ്റി പല ബിന്നുകളിൽ നിക്ഷേപിച്ചാൽ നല്ലൊരു തുക ഫൈനായി ലഭിക്കും. ഇത് അയൽവാസികൾ പോലും ശ്രദ്ധിക്കും. ഇതുപോലെ പുതിയ പുതിയ അറിവുകൾ ലഭിക്കാൻ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സ്റ്റേ ട്യൂൺഡ് വിത്ത് മലയാളി ഫ്രം ഡോയ്ച്ച്ലാൻഡ്. ഔഫ് വിഡർസേൻ.